ഹലോ. ഹലോ, ആ, തിരക്കിലാണോ? ആരായിരുന്നു? അത് ഇവിടെ കോഴിക്കോട് മാവൂർ അടുത്തുന്ന ഒരാളാ. ആയിക്കോട്ടെ, തിരക്കുണ്ട്, എന്നാലും പറഞ്ഞോളി. അത്ര ദൂരത്തുനിന്ന് വിളിക്കണല്ലേ. ആ, അത് എന്താ വെച്ചാല് ഉം, എനിക്ക് ലേശം വിശ്വാസം ലേശം വയ്യോട്ടാണ്. ഉം, പക്ഷെ ഞാൻ ഇപ്പൊ ഒരു വീടൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഉം, വൈഫിനൊക്കെ ഭയങ്കര വിശ്വാസാ. ഉം, ഓള് പറഞ്ഞു എന്നോട് ഉം, എന്താ തങ്ങന്മാരുടെ അടുത്ത് പോണോ, പിന്നെ അത് ചോദിക്കണോ അത് ചോദിക്കണോ. ഉം, അങ്ങനെ ഞാൻ ഒരു പ്ലാൻ വരച്ചു. ഉം, ആ പ്ലാനായിട്ട് തങ്ങളെടുത്ത് പോയി. ഉം, ഫറൂഖ് ഭാഗത്ത് പരുത്തിപ്പാറ തങ്ങളെടുത്ത്. ഉം, ആ തങ്ങള് പിന്നെ പ്ലാന് മാത്രമേ കണ്ടുള്ളൂ. ഉം, പ്ലാന് മാത്രമേ കണ്ടുള്ളൂ. എന്നിട്ട് മൂപ്പരിനോട് പറയാ ഉം, ആ സ്ഥലത്ത് പുരണ്ടാക്കാൻ പറ്റൂലെന്ന്. ഉം. അതെങ്ങനാ? അത് നിങ്ങൾ എന്നോട് വേറൊരു തങ്ങളെടുത്ത് പോയാൽ മതി. എന്നോട് നമ്പറൊക്കെ പിന്നെ നമ്പർ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു. നിങ്ങൾ വേറൊരു തങ്ങളെടുത്ത് പോവാ. ആ ഇതൊന്നും പറയരുത്, ഈ തങ്ങളെടുത്ത് പോയതൊന്നും പറയരുത്. ആ ആ തങ്ങള് പറയും, ഓ ഇവിടെ പെര ഏറ്റിയാൽ വെച്ചടി വെച്ചടി ഗേറ്റ് ആയിക്കോന്ന് പറയും. പക്ഷെ എന്താ സംഭവം എനിക്ക് തോന്നുന്നത് എന്താ അറിയോ? എന്നാ നിങ്ങൾ വേറൊരു തങ്ങളെടുത്ത് പോവാ. അല്ല, ഓലെന്റെ പണിയൊക്കെ ചോദിച്ചു, ഒക്കെ ആ, ചോദിക്കുന്നുണ്ട്. ആ, കൂലിപ്പണിയാന്ന് പറയുമ്പോൾ ഓർക്ക് മനസ്സിലാവും ഉം. നമ്മ അത്രയും ലേശം മോശമാണ് അപ്പൊ ആണെന്നുള്ളത്. നിങ്ങൾ എങ്ങനെ വേണേലും പിഴിയാന്ന് ഓൽക്ക് അറിയാം. ആ, ഉം. പിന്നെ അവിടെ കുറെ ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ. ആൾക്കാർ വരും. ഇപ്പൊ നമ്മളെ പോലെ കഷ്ടപ്പാടും നിങ്ങളെ ഭാര്യനെ പോലെ ഇതിലൊക്കെ വിശ്വാസമുള്ള ആൾക്കാർ ഇല്ലാൻ പാടും. ഒരുപാട് ആൾക്കാർ. ആൾക്കാര് അന്ന് വരും. ഞാന് പിന്നെ 4 മണിക്ക് എന്നോട് വരാൻ പറഞ്ഞിട്ട് ഞാൻ പോയത് തന്നെ അന്ന് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് 9 മണിക്കാ. എന്നിട്ട് തന്നെ എന്റെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പുരലെത്തിയ 12 മണിക്കാ. ഉം. അത്രയും ആൾക്കാരുണ്ട്. ഇനി അതേ തങ്ങളടുത്ത് നിങ്ങൾ വേറൊരാളെ കൊണ്ട് ഇതേ പ്ലാനും കൊടുത്തയപ്പിച്ചാൽ അയാള് കുഴപ്പമില്ലാന്നും പറയും. അപ്പൊ പിന്നെ അവിടെ അതേമാതിരി ഒരുത്തം വന്ന് ആ. ഒരാള് ഒരു ചെറിയ കുട്ടിയും കൊണ്ട് വന്ന്. കുട്ടിക്ക് കൊര ആണല്ലോ, മാറാത്ത കൊര. ഉം. അപ്പൊ കുറെ അങ്ങനെ വന്നപ്പോ ഞാൻ പറഞ്ഞു ഡോക്ടർമാരല്ലേ കാണിക്കേണ്ടി കൊരയും കാര്യങ്ങളൊക്കെ വരുമ്പോന്ന് വെച്ച്. ഉം. അപ്പൊ എന്നെ പറഞ്ഞു കുറെ ഡോക്ടർമാരെ കാണിച്ചു, ഡോക്ടർമാരുടെ അടുത്തൊന്നും മാറില്ല, ഈ ഉം. ഉസ്താദിന്റെ അടുത്തൊന്നും മാറുന്നുണ്ട്. ഉം. ഉം. എന്നിട്ട് ആ കുട്ടി മാറിക്കണെങ്കിൽ പിന്നെ എന്തിനാ വല്ലാണ്ട് വരുന്നത്? ഓരോരുടെ വരവ് ഇങ്ങനെ വരാൻ പറയൂ പിന്നെയും പിന്നെയും. ചുമയൊക്കെ പൈസ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ പൾമനോളജിസ്റ്റിനെ കാണിക്കണം. അല്ല, പൈസ പിന്നെയും കിട്ടുമല്ലോ. ശ്വാസകോശത്തിന്. പിന്നെയും അതെ, കുറച്ച് അതെ, ഒരു മാസം കഴിഞ്ഞ് പിന്നെയും വരാൻ പറയൂ, അന്നും പൈസ കിട്ടുമല്ലോ. അതെ, അതെ. അതിനാണ് ഓരോന്ന് വരാൻ പറയണേ. അതാണ് പോലെ കച്ചവടം. അപ്പോ അങ്ങനെ ഒന്നും ഇല്ലല്ലേ. വീട് ഇപ്പൊ ഉം. നമ്മൾ സ്ഥലം ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കാം. വീട് നിങ്ങളെ സ്ഥലത്തിന്റെ നിൽപ്പും നിങ്ങളെ വീടിന്റെ ഫ്രണ്ടേജും റോഡ് എവിടെയാണെന്നൊക്കെ നോക്കിയിട്ടേ ഒരു മതില് കെട്ടിയാല് വണ്ടി വളഞ്ഞു കയറാനും പാകത്തിനുള്ള സ്പേസിൽ ഇതൊക്കെ വെച്ചിട്ടാണ് പെരയേറ്റി കൂടിയത്. അല്ല, ഓലെടുത്തൊന്നും പോയിട്ട് കാര്യമില്ല. എന്തിന്റെ കിടങ്ങ്. പക്ഷെ അതിന് കുറെ എന്താ കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഓല് ഇതാകണെന്നൊക്കെയാണല്ലോ പറയണത്. എന്ത് കോഴ്സ്? അതൊക്കെ കോഴ്സ് പറയണേ. ഉണ്ടായിട്ട് എന്താ കാര്യം? അതിപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ പരീക്ഷണം നോക്കി നിങ്ങൾ വേറെ 2-3 ഉസ്താദ്മാരടുത്ത് പോയി നോക്കി. ഇതൊന്നും പറയരുത്. ഇപ്പൊ ആദ്യം ഉസ്താദിന്റെ അടുത്ത് പോയപ്പോ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറയരുത്. ആ പിന്നെ ഒരു ഉസ്താദിന്റെ അടുത്ത് നിങ്ങൾ കൂലിപ്പണിക്കാരനാന്ന് പറയണ്ട. ആ ആ നിങ്ങൾ അവിടെ ഒരു മരമില്ലാണ്, ഭയങ്കര കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ അപ്പൊ വേറെ വലിയൊരു പെര ഉണ്ട്. ഇതിപ്പോ തൽക്കാലം ഒരു ചെറിയ പെര വേറൊരു ആവശ്യത്തിന് കയറ്റുന്നതാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി. എന്നോട് മൂപ്പര് ചോദിക്കും, ഞാൻ അതല്ല ചോദിക്കണത്. ഉം. മൂപ്പർ എന്നോട് എന്റെ വയസ്സും ചോദിച്ച്, പിന്നെ പണി എന്താ ചോദിച്ചു, നിങ്ങളെ കുടിയിൽ പണി എന്താന്ന് ആരൊക്കെ ചോദിച്ച്, ചോദിച്ചു. പിന്നെ എന്റെ പേരെന്താന്നൊക്കെ ചോദിച്ച്. ആ. ആ ഇത് ഇത്ര ഉഷാറായി പറയുന്ന ആൾക്കാർക്ക് എന്റെ പേരും വയസ്സും ആ നമ്പർ നോക്കി കണ്ടുപിടിച്ചാ പോരെ. പിന്നെ ഈ ഒരു നമ്പർ, ഈ എന്റെ വീടിന്റെ പണി വേഗം തീരണോന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഈ ഒരു അല്ല, നമ്പർ വിചാരിക്കുന്നത്. ആ നമ്പർ വിചാരിക്കുക എന്നോട്. അപ്പൊ ഞാൻ നമ്പർ വിചാരിച്ചു. എനിക്ക് ഉള്ളിൽ ഇങ്ങനെ ചിരിയും പുച്ഛുമാണ്. ഞാൻ പിന്നെ ഇവളെ നിർബന്ധത്തിന് തമ്മിലൊരു കച്ചറ വേണ്ടല്ലോ. പിന്നെ ഭാവിയിൽ ഒരു കാല് വെച്ചുത്തിയാ പറയൂ അതെ, അതിനോടാണെന്ന് അന്നേ പറയൂ. ആ തങ്ങൾ പാപ്പ ആ പറഞ്ഞതല്ലേ. അതിനോടാണെന്ന് പറയൂ. അപ്പൊ അതില്ലാതാക്കാൻ വേണ്ടിട്ട് ഞാൻ വല്ല കൊണ്ടുപോയതാ. അപ്പൊ നിങ്ങൾ അവിടെ വേറൊരു എത്തി. തങ്ങളെടുത്ത് പോയാൽ മതി, അപ്പൊ ആ, ശരിയായിക്കോളും. ഞാൻ ഒരാളും എടുത്ത് പോണ വിചാരിക്കുന്നുണ്ട്. പെരുമണ്ണൊരു തങ്ങളുണ്ട്. 1-2 എടുത്ത് പോയിക്കോളി. ആ ഇനി പെട്ടെന്ന് ശരിയാവുന്ന സ്ഥലം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ആ കൊടക്കാട് ഒരു തങ്ങളുണ്ട്, ഏടാ? നമ്മളെ എന്താണ് നൂറെ ഹബീബി തങ്ങൾ. ആ ആ ആ തങ്ങള് ആ ആ ഭയങ്കര മുടുക്കനാണ്. യൂട്യൂബിൽ ഞാൻ കണ്ടാണ്. അത് വെച്ചാല് പക്ഷെ ഇപ്പൊ എല്ലായിടത്തും ഇപ്പൊ സലാത്തുൽ ഫാത്തിഹ ഓതുമ്പോ
അള്ളാനെ മനസ്സിൽ വിചാരിച്ച് ഓതിട്ട് ഊതാനല്ലേ സാധാരണ മൂല്യന്മാര് പറയാം. ഈ മൂല്യര് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. എന്താ അവിടെ പറയാ ഹിന്ദുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചോളം പറയും. അതല്ല ഞാൻ നോക്കണേ. ആ ഈ അപ്പൊ നിങ്ങള് പറഞ്ഞത് മൂ- നിങ്ങള് പോയിട്ട് നിങ്ങള് പ്രശ്നം പറയണതിന്റെ മുമ്പ് തന്നെ ഒരു 1000 നോട്ട് അവിടെ കൊടുക്കണം. യൂട്യൂബില് മൂപ്പര് എടുത്ത് എത്ര ആൾക്കാർ വരുന്നത് കാണുന്നത്. അതാ പറഞ്ഞത്. അപ്പൊ എന്താ അങ്ങനെ വരുന്നത്? നിങ്ങളെ പേരന്റെ കാര്യം അയാൾ ശരിയാക്കി തരും. അത്രയും ആൾക്കാർ ഈ ലോകത്ത് പൊട്ടന്മാരുണ്ടാവോ? എന്താ നിങ്ങക്ക് സംശയം? അയാള് പറയണ ഇപ്പൊ മുഴുവൻ നിങ്ങള് വിഡിത്തരം ചുറ്റിലും നോക്കി എത്ര ആളെ കാണുന്നുണ്ട് ഈ എന്ത് കാര്യത്തിലൊക്കെ വിശ്വസിക്കണത്? നമ്മളെ പുറകെ തന്നെ ഉണ്ട്. കുറച്ചു പിന്നെന്താ നേരത്തെ ഇപ്പൊ? മറ്റേ വലീദ്ദീൻ ഫൈസി അറിയോ? ആ വലീദ്ദീൻ ഫൈസി പറയാണ്, ഉം, പിന്നെ എന്റെ അമ്മ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, ഉം, മറവി മാറാനുള്ള ദിക്ർ അല്ല സലാത്ത് ന്ന്. ലാസ്റ്റ് കുട്ടിക്ക് ആ ദിക്റാണ് മറക്കും. അതുണ്ടാവുക. അല്ല, അങ്ങനെ നമ്മൾ മദ്രസ പഠിച്ച് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞിട്ട് +2 വരെ ഞാൻ മദ്രസ പോയി. അതിന്റെ ഓർമ്മ കുറച്ച് ദർശനം വീണു. അവിടെ നിന്ന് ഞാൻ ഈ സലാത്തൊന്നും പഠിച്ചില്ല. കൊറേ ദിക്റുകളുണ്ട്. ഇപ്പൊ എന്തിനാ അരിമ്പാറ മാറാന്, പാലുണ്ണി പോകാന്, ചുണങ്ങ് എന്തിന്? മാറാന്, കടം വീടാന്. കടം വീടാന്. കടം വീടാൻ പണിക്കൊന്നും വേണ്ട, ദിക്റിങ്ങ് ചെല്ലിയാ മതി. കൊറേ ദിക്റുണ്ടെങ്കിൽ കടുപ്പം ചെല്ലണേ. കൊറേ കടമുള്ളവര് കടുപ്പം ചെല്ലണേ. ദിക്റ് അത്രേ ഉള്ളൂ. എന്തൊക്കെ ചെയ്യാം, പക്ഷെ വിശ്വസിക്കാൻ ആൾക്കാരുണ്ടല്ലോ. അതെ അതെ. അതുകൊണ്ടാണ് ഈ ഇപ്പൊ കച്ചവടം നടക്കുന്നത്. ഇപ്പൊ നോക്കാം, അവിടെ ആര്യമ്പകത്തെ തങ്ങള് കണ്ടോ, ഗുരുവായൂരപ്പന്റെ പേരിൽ വരെ തേനും കുപ്പി കച്ചവടം ചെയ്തു. അയാടെ സ്ഥലോ? അത് കൊടക്കാട്. കൊറക്കാട് പറഞ്ഞാല് ഏത് ജില്ലയിലാ, കൊടക്കാട് ഏത് പറഞ്ഞ ഭാഗത്താ? പാലക്കാടാണ്. മണ്ണാർക്കാട് എന്റെ വീടിന്റെ അടുത്താ. നിങ്ങളെ അയലോക്കത്താണ്. നാട്ടിലല്ലേ? അയാള് പല പണിയും നോക്കി, ഒന്നും സക്സസ് ആയില്ല. ക്ലച്ച് പിടിച്ചില്ല. ഒക്കെ ഓരോ നാട്ടിൽ നിന്ന് പ്രശ്നങ്ങളായി പോയി. അവസാനം പിന്നെ ഈ കോവിഡ് ആയപ്പോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് അപ്പൊ നല്ല അങ്ങനെ പരിപാടിയാ. ഒരു മൊബൈലും തിരിച്ചു പിടിച്ചിട്ടാണ് ദിക്റ് ഇറങ്ങിയതാണ്. പിന്നെ വെച്ചാൽ അത് ഒക്കെ ഓരോരോ ആൾക്കാരെ കൈവഴക്കാണ്. അതെ അതെ അതെ, യുക്തിയാണ്. അതെ അതെ എന്താ പറയാ, ഒരു കുരുട്ടുബുദ്ധി, ഒരു അതെ അയ്യോപാങ്ങ് നടക്കൂല. അതെ അതെ അതെ. എന്ത് വൃത്തികേടും എന്തോ നോണയും ഒരു ഒരു ഉളുപ്പില്ലാതെ പറയാൻ പറ്റണം. അത്രേ ഉള്ളൂ. ആൾക്കാരെ ഞാൻ പറ്റിക്കാനുള്ള മനസ്സുണ്ടാവണം. പറ്റിക്കാൻ ആൾക്കാർ നിന്ന് കൊടുത്തിട്ടാണല്ലോ. അത് ശരിയാണ്. പക്ഷെ എന്നാലും ഈ പറ്റിക്കണവന് പറ്റിക്കാനുള്ള ഒരു മനസ്സ് കൂടി വേണം. അത് കൊടക്കാട് തങ്ങൾ പാപ്പാക്ക് നല്ലോണം ഉണ്ട്. അതേമാതിരി കന്നിമൂലയില് അത് പറ്റൂല, അത് പറ്റൂല, മറ്റേ പറ്റൂല ഒരു കൂട്ടർ ഉസ്താദ്മാര്. വേറെ കൂട്ടർ ഉസ്താദ്മാര് പറയണ് അതിനൊരു കുഴപ്പമില്ല, അതിനൊന്നും നോക്കണ്ട. കന്നിമൂലല്ല, അത് നോക്കണ്ട. അതൊക്കെ ഹിന്ദുക്കളെ വിശ്വാസമാണ്. അങ്ങനെയും പറയുന്നു. എന്റെ ഒരേ കക്കൂസ് ഉണ്ട് ഈ കന്നിമൂലയില്. അങ്ങനെ അന്ന് എന്റെ ഇപ്പൊ ചെറിയൊരു ഊരവേദന വന്നു. കന്നിമൂലയില് കക്കൂസിൽ ഇരുന്നിട്ട് ഊരവേദന വന്ന്? അല്ല, ഊരവേദന വന്ന്. അങ്ങനെ ആരോ എടുത്ത് പോയപ്പോ പറഞ്ഞു കന്നിമൂലയിൽ കക്കൂസ് പറ്റൂല. അങ്ങനെ കക്കൂസ് കുളിച്ച് വേറൊരു കക്കൂസ് ഉണ്ടാക്കി. അതിന്റെ ശേഷം കക്കൂസ് എന്താക്കി? അത് കുളിച്ച് ഒഴിവാക്കി, കളഞ്ഞു. വീടിന്റെ പുറത്തായിരുന്നപ്പോ? പുറത്തുള്ള കക്കൂസാ. അതിങ്ങനെ അങ്ങനെ കക്കൂസക്ക് കയറി ഇറങ്ങി ചെയ്തപ്പോ അതിന് കാലെങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടാവും. അതിന് നടുവേന വന്നേക്കാൻ. അതല്ല, ഇപ്പൊ ബസ്സിൽ കണ്ടക്ടർ പോലെ 10-25 കൊല്ലോ. അപ്പൊ ഊരന്റെ ഇളകി ഊരന്റെ ഡിസ്ക് പോയതാ. ആ സംഭവം അങ്ങനെ പോയതാ. അതാണ്. പക്ഷെ ആൾക്കാര് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അത് പൊളിച്ച്. കന്നിമൂലത്തെ കക്കൂസിനെ കുറ്റം. അത് പൊളിച്ച് ലാസ്റ്റ് ഇപ്പൊ പിന്നെ ഈ പ്രശ്നം വന്നപ്പോ ഈ പണി ഒഴിവാക്കി ഇപ്പൊ ചെറിയൊരു പീടിക തുടങ്ങി. ആ പീടിക പണിയെടുത്തും കൊണ്ടിരിക്കുമ്പോ പെരടിക്ക് പ്രശ്നം വന്നു. പിന്നെ പെരടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പൊ ചുരുക്കി പറഞ്ഞ 6 കൊല്ലം ഇപ്പൊ സ്ട്രോക്കായി ഒരു ഭാഗം തളർന്ന് നടക്കുക. അപ്പൊ ഒക്കെ മാറ്റിട്ടു പ്രശ്നങ്ങളൊന്നും മാറില്ല. ആശുപത്രി ഇപ്പൊ അവിടെ ട്രീറ്റ്മെന്റിലാണോ? നമ്മളാണെങ്കിൽ നേരത്തെ ഒരു തമാശയും പറഞ്ഞു. എന്നിട്ടിപ്പോ എവിടെ ട്രീറ്റ്മെന്റ്? ഈ മൂല്യന്മാരടുത്ത് കൂടി നടക്കാതെ വാപ്പാക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം കേട്ടോ. പക്ഷെ വേറൊരു പ്രശ്നം വെച്ചാല് മൂല്യന്മാരുടെ അടുത്തല്ല, മറ്റേ നിർമ്മലയിൽ കാണിക്കലുണ്ട്. പക്ഷെ അനിയന്മാരൊക്കെ ഇതിന്റെ ആൾക്കാരാ. ഓലെടുക്കെടുക്ക് ഓരോ തങ്ങന്മാരൊക്കെ എടുത്തു പോകും. അപ്പൊ ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർമാര് പറയണ കാര്യങ്ങൾ നോക്കുക, മരുന്ന് കുടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ എന്തേ പറഞ്ഞ ഞാനൊരു BJP-കാരനായി. അതിനോട് ഞാൻ പിന്നെ പറഞ്ഞാല് ഞാന് ഇന്നൊരു ഒറ്റപ്പെടുത്തു. അതിനോട് ഞാൻ പറഞ്ഞ BJP-കാരനാണോ ശരിക്കും? ഇല്ല, അങ്ങനെ പറയുന്നത്. അങ്ങനെ പറയൂ. നമ്മള് ഞാൻ AP സുന്നി പെട്ട ഒരാളാണ്. കുടുംബക്കാരൊക്കെ ഉസ്താദന്മാരും മൊയ്‌ലിയാമാരും പള്ളിയുടെ സെക്രട്ടറിയും കാര്യങ്ങളൊക്കെ ഉള്ള പോലാണ്. ഞാൻ എന്താ അറിയില്ല, ഞാൻ അങ്ങനെ ആയിപ്പോയി. ശരിയാവുന്നു. മറ്റവർക്കൊക്കെ തലയിൽ വെളിച്ചം കയറും. നിങ്ങൾ ബേജാറാണ്. അത് വരൂല നോക്കാം നമുക്കെന്ന്.
ശ്രമിക്കാം നമുക്ക്. ഇതിലും വലിയ വലിയ ആൾക്കാർക്ക് വരെ വരില്ല, എന്നിട്ടാ ചെറിയ ചെക്കന്മാർക്ക് ചെറിയ ചെറുക്കന്മാർക്കാ വേഗം വരിക. ഏതായാലും വരില്ല. മൂല്യന്മാർക്ക് ഇനിയിപ്പോ ബോധം വന്നാലും ഓല് മുണ്ടൂല, ഓൽക്ക് കിട്ടപ്പോലുള്ള കേസല്ലേ. ഓലെ മനസ്സിലുണ്ടാവും ചിലപ്പോ. അതെ. അപ്പൊ എന്തായാലും നടക്കട്ടെ പരിപാടികള്. നിങ്ങൾ ഇതിന് വേറൊരു സ്ഥാനത്ത് പോയി നോക്കിയാൽ മതി. അപ്പൊ അങ്ങനൊന്നും ഇല്ലല്ലേ? എന്തിനാ നിങ്ങൾ പേടിക്കണം, നിങ്ങൾ ധൈര്യമായിട്ട് കഴിച്ചോളൂ. ഇന്നേക്കാളും വലിയ തങ്ങന്മാരുണ്ട്. ഞാൻ CM ആണ്. അവരോട് ചോദിക്കും, CM പറഞ്ഞ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? ഞാൻ CM-നോട് ചോദിച്ചോ, CM പറഞ്ഞു. ഏത് CM ആണെന്ന് ഇപ്പൊ നിങ്ങൾ പെണ്ണുങ്ങളോട് പറയണ്ട. അത് പറയരുത്. നിങ്ങൾ CM എന്ന് പറഞ്ഞത് CM-നോട് ചോദിച്ചു. ആയിക്കോട്ടെ, മരിച്ചാലിപ്പോ എന്താ കഥ, മരിച്ച തങ്ങന്മാർക്ക് എന്താ, മരിച്ച ഔലിയാക്കന്മാര് നമുക്ക് പിന്നെന്താ ഉറക്കത്തിൽ വന്ന് CM വന്നിരുന്നു ഇന്നലെ ഉറങ്ങിയപ്പോ. പിന്നെ വേറൊരു കാര്യം ചോദിക്കുന്നത് വെച്ചാല്, എന്റെ ഒരു കുടുംബക്കാരന് ഉറക്കത്ത് വന്ന് ജിന്ന് വന്ന് മാസം കഴിച്ചു തന്നിട്ട് അത് സംഭവം എന്താ? അത് ഒരു രോഗാവസ്ഥയാണ്. ആണ്. ഡോക്ടറടുത്ത് കൊണ്ടുപോകണം. ഡോക്ടറടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞ പോലെ ഇനി കഴിക്കണ്ട, കഴിഞ്ഞിന്, കഴിച്ചു കഴിഞ്ഞാണ്, ഇനി കഴിക്കൊന്നും വേണ്ട. ഒരു ഹക്കീം ഡോക്ടർ ഡോക്ടറാ. ഞാൻ അങ്ങനെ നോട്ടാണ്. എന്നിട്ട് ഓൻ ഇപ്പോഴും ആ കോലത്തിലാ, പിന്നെ കഴിച്ചില്ല. അതുകൊണ്ട് ചോര പൊടിയാതെ രക്ഷപ്പെട്ടില്ലേ? സംഭവം അങ്ങനെ രോഗാവസ്ഥയാണ്. പൈസ ചോര പൊടിയാ, പൈസ ലാഭം കിട്ടില്ല. പൈസ 3000 4000 ചെലവ്. രോഗാവസ്ഥയാണ് അറിയാം. അങ്ങനെ ഉണ്ടല്ലേ? എന്നാലും ജിന്നാണല്ലോ വന്ന് ചെയ്ത്. അത് വേറെ രോഗാവസ്ഥ ഉണ്ട്. ഈ ടെസ്റ്റിക്കിൾസ് പിരിഞ്ഞ് അതിന്റെ ആ ഒരു പിന്നെ ഇങ്ങനെ എന്താ പറയാ, ട്വിസ്റ്റ് ചെയ്യണ ഒരവസ്ഥ. അത് വന്നാല് ഈ സുന്നത്ത് ചോല ആയിരിക്കില്ല, നേരെ നീച്ചിട്ട് നിക്കാൻ വയ്യാത്ത വേദനയൊക്കെ. അപ്പൊ പിന്നെ ജിന്നൊന്നും പറഞ്ഞ് നിൽക്കൂല. അപ്പൊ വേറെ ഡോക്ടർക്ക് കൊണ്ടുവരും. അങ്ങനെ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ, അവസ്ഥകളുണ്ട്. ഒരു ഇതിന് വേദന ഉണ്ടാവില്ലല്ലേ? വേദന ഒന്നും ഇല്ലേന്ന് തോന്നുന്നു. നേരെ വെളുത്തരെ കണ്ടത് ഇത് വേറെയാണ്. ഇത് വേറെ രോഗാവസ്ഥയാണ്. എന്തായാലും രോഗാവസ്ഥയാണ്. ഡോക്ടർക്ക് മനസ്സിലായി. അപ്പൊ ഡോക്ടർ എന്താ പരിപാടി കഴിഞ്ഞില്ലേ, പിന്നെ മെനക്കെടണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടോ? അങ്ങനെയാണല്ലേ? അതെ. അല്ലാതെ മൂപ്പര് ശരി വെച്ചതല്ല. അല്ലല്ല, ഞാൻ വിചാരിച്ചു അത്രയും ഡോക്ടർമാര് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഒന്നും ചെയ്യണ്ട, നടന്നോട്ടെ, അങ്ങനെ നോട്ടെ. ഞാൻ വിചാരിച്ചു അങ്ങനത്തെ വലിയ ഡോക്ടർമാർ വരെ അത് വിശ്വസിക്കുക. ഇല്ലല്ല, അത് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാ അറിയാം. അതിനെന്തോ ഒരു സംഭവം ഉണ്ട്, അതിന് പേരുണ്ട്. അപ്പൊ എങ്ങനെ അറിയാ? അതിന്റെ അവസ്ഥയുടെ പേര് എനിക്കറിയില്ല. അങ്ങനെ ഒരു രോഗാവസ്ഥ ഉണ്ട് ചില ആൾക്കാർക്ക്. അപൂർവമായിട്ട് അങ്ങനെ ഒരു അവസ്ഥ വരും. ആയിക്കോട്ടെ, എന്തായാലും ശരി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കിട്ടോ. ഈ നമ്പർ സേവ് ചെയ്ത് വെച്ചോളി. ശരി. എനിക്ക് ഒരുപാട് സംശയങ്ങളുള്ള ആളാണ്. ആയിക്കോട്ടെ.